ഇന്ത്യ മുന്നണിയിൽ എന്താ പ്രശ്നം? പൊതു തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടിയിട്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടെ ചേർന്ന് രൂപം കൊടുത്തതാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയിലാണ് ഇപ്പം പൊതു തെരഞ്ഞെടുപ്പ് അടുക്കാനായപ്പം വിള്ളലുകൾ ഉണ്ടാവുന്നത്. ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി അധ്യക്ഷയും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസുമായിട്ടുള്ള സമ്പൂർണ്ണ ഐക്യം പരിഗണിക്കുന്നുള്ളൂന്നും കോൺഗ്രസുമായിട്ട് ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. പശ്ചിമ ബംഗാളിൽ എപ്പോഴും ഒറ്റയ്ക്ക് പോരാടുന്നു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിലേക്ക് ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു, പക്ഷെ അവരത് നിരസിച്ചു. അതിൽ ആശങ്കയൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ്. പശ്ചിമ ബംഗാളിലെ BJPയെ ഒറ്റയ്ക്ക് പോരാടി പരാജയപ്പെടുത്തുന്നതാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായിരുന്നിട്ട് കൂടി രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ വന്നപ്പം അത് പറയാനുള്ളൊരു മര്യാദ പോലും രാഹുലും കോൺഗ്രസും കാണിച്ചില്ല എന്നൊരു പരാതി കൂടി മമതാ ബാനർജി പറയുന്നുണ്ട്. ഈ പശ്ചിമ ബംഗാളിൽ 2 ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് കൊടുക്കാമെന്നായിരുന്നു മമതാ ബാനർജി മുന്നോട്ട് വെച്ച വാഗ്ദാനം. പക്ഷേ അങ്ങനെ 2 സീറ്റിന് വേണ്ടി ആരുടെ ഔദാര്യം വേണ്ടെന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തുടരും എന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും, പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തുടരും എന്നൊരു നിലപാടിലാണ് മമതാ ബാനർജി ഉള്ളത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മാത്രമേ പ്രശ്നമുള്ളൂ? അല്ല, പഞ്ചാബിലുള്ള 13 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് AAPയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിൽ JDU അധ്യക്ഷനും മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ വീണ്ടും BJPയിലേക്ക് കൂറുമാറും എന്നൊരു അഭ്യൂഹം പരക്കുന്നതിനിടെയാണ് ഇപ്പോൾ മമതയുടെയും പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവന്ത് മാനിൻ്റെയൊക്കെ ഈ പ്രഖ്യാപനം. ഇത് ഇന്ത്യ മുന്നണിയെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് നയിക്കും. അപ്പം തെരഞ്ഞെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ സഖ്യവും വിട്ടുവീഴ്ചയൊക്കെ ആകാമെന്നാണ് സമാജ്വാദി, തൃണമൂൽ, AAP അടക്കമുള്ള പാർട്ടികളുടെ നിലപാട്. ഇതോടെ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയും മമതാ ബാനർജിയുടെ നിരാശയൊക്കെ പുറത്തു വന്നതെന്നാണ് BJP നേതാക്കൾ ഈ പ്രഖ്യാപനങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനോടൊക്കെ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം എന്താ? ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും മമതാ ബാനർജി ഇല്ലാത്ത ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ചിന്തയില്ലെന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. ബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ പങ്കാളികൾ ഒറ്റക്കെട്ടായിട്ട് പോരാടും. തന്നോടും കോൺഗ്രസിനോടും വളരെ കാലമായി അടുപ്പമുള്ള ആളാണ് മമതാ ബാനർജി. ചിലപ്പോഴൊക്കെ ഇരുപക്ഷത്തേക്കും ഉണ്ടാകുന്ന പരസ്പര വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളും നിതീഷ് കുമാറും മമതാ ബാനർജിയും എല്ലാം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും മുന്നണി നേതാക്കൾ പരസ്പരം ചർച്ച ചെയ്ത് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുമെന്നുമാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ബംഗാളിൽ മമതയുമായി സഖ്യം ഉണ്ടാക്കുമെന്നും അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെന്നാണല്ലേ കോൺഗ്രസ് പറയുന്നത്? പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യും. ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ചൊവ്വാഴ്ച ഗുവാഹട്ടിയിൽ പ്രവേശിക്കുന്നത് പോലീസ് തടയുകയും സംഘർഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ കേസ് ആസാം CIDക്ക് കൈമാറിയിട്ടുണ്ടെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. കേസെടുത്ത് തന്നെ ഭയപ്പെടുത്തി കളയാമെന്ന ആശയം ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് എങ്ങനെ ലഭിച്ചതെന്ന് എനിക്ക് അറിയില്ലെന്നും കഴിയുന്നത്ര കേസെടുത്തോളൂ, 25 കേസ് കൂടി ഫയൽ ചെയ്തോളൂ, BJP RSS ഭീഷണിയെ താൻ പേടിക്കുന്ന ആളല്ലെന്നുമാണ് രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തത്. എന്തായാലും രാഹുലിനും കോൺഗ്രസ് നേതാക്കൾക്കും എതിരെയുള്ള കേസിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമാണുള്ളതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് പ്രചാരം നൽകുന്ന ആസാം മുഖ്യമന്ത്രിക്ക് നന്ദിയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരിഹസിക്കുന്നുണ്ട്.